പോളിംഗിന് ശേഷമുള്ള ബാലറ്റ് ബോക്സുകൾ സൂക്ഷിച്ച സുരക്ഷാ മുറിയുമായി ബന്ധപ്പെട്ടുണ്ടായ വീഴ്ചയിൽ ഇപ്പോഴും നടപടിയെടുക്കാതെ ഗുരുതരമായ അനാസ്ഥയാണ് ജില്ലാ കളക്ടറുടെയും ഇലക്ഷൻ വിഭാഗത്തിൻ്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം, ഇന്നർ പെരിമീറ്ററിനുള്ളിൽ മെറ്റീരിയൽ റൂം അനുവദിക്കാൻ ആരാണ് തീരുമാനിച്ചത്? ഇന്നർ പെരിമീറ്റർ ഏരിയ പൂർണ്ണമായും കേന്ദ്ര സേനയുടെ പരിപൂർണ നിയന്ത്രണത്തിലായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. ജില്ലാ കലക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കുമല്ലാതെ അവിടെ പ്രവേശനവുമില്ല. അങ്ങനെയുള്ളൊരു അതീവ സുരക്ഷാ മേഖലയിൽ മെറ്റീരിയൽ റൂം സ്ഥാപിക്കാൻ ആരാണ് അനുമതി കൊടുത്തത്? രണ്ടാമത്, ആ ഇന്നർ പെരിമീറ്ററുള്ള മെറ്റീരിയൽ റൂമിൽ ലാപ്ടോപ്പ് സംവിധാനവുമായി മണിക്കൂറുകളും ചെലവഴിച്ച പേരാമ്പ്ര ആർഒവിൻ്റെ നടപടി തെറ്റാണെന്ന് കലക്ടർ റിപ്പോർട്ട് കൊടുത്തിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കുന്നില്ല? മൂന്നാമത്, ഇത് UDF സ്ഥാനാർത്ഥികൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് സിഇഒക്കും ജില്ലാ ഇലക്ഷൻ ഓഫീസർക്കും പരാതി കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം ഇതേ മേഖലയിൽ കൊയിലാണ്ടിയിലെ ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ച സുരക്ഷാ റൂമിൻ്റെ പരിസരത്ത് ഇന്നർ പെരിമീറ്ററിനകത്ത് റിട്ടേണിംഗ് ഓഫീസറും 3 ഉദ്യോഗസ്ഥന്മാരും കയറുന്നു. അവർക്കാരാണ് അനുമതി കൊടുത്തത്? ആ നടപടി തെറ്റാണെന്നും അദ്ദേഹത്തിന് നോട്ടീസ് അയക്കുമെന്ന് കലക്ടർ പറഞ്ഞു. നോട്ടീസ് അയച്ചു. എന്ത് നടപടി സ്വീകരിച്ചു? ഈ രാജ്യത്തിലെ ജനാധിപത്യത്തിൻ്റെ സംവിധാനത്തിൽ തകർക്കുന്നു എന്ന് പൊതുജനത്തിന് സംശയമുണ്ടാക്കിയ ഈ ഗുരുതരമായ വീഴ്ച നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഇതിൽ തന്നെ കലക്ടറുടെ നടപടിയിലും ദുരൂഹത സംശയിക്കുന്നു. കാരണം ഇത്രയ്ക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ അറിയിപ്പിലൂടെ ബോധ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാത്ത നടപടിയിൽ ദുരൂഹതയുണ്ട്. ഇനി ഒരു സ്ട്രോങ് റൂമും തുറക്കരുത് എന്നുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവൊന്നും ബോധ്യപ്പെട്ടതാണ്. തുറന്നത് തെറ്റായിപ്പോയി എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബാബു ജോസഫ് മുഖേന നാളെ DCC പ്രസിഡന്റും സ്ഥാനാർത്ഥികൾക്ക് ഞാൻ അറിയിപ്പ് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ആവശ്യം, ഈ 2 ഉദ്യോഗസ്ഥരെയും പ്രോസിക്യൂട്ട് ചെയ്യണം. ഇവരെ എല്ലാ നടപടിയിലും, ഇനി അങ്ങോട്ടുള്ള കൗണ്ടിംഗ് വരെയുള്ള എല്ലാ നടപടിയിൽ നിന്നും മാറ്റി നിർത്തി ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇതിൽ അനുകൂലമായ സമീപനം ഇനിയും ജില്ലാ കളക്ടറുടെ ഭാഗത്തുണ്ടായിട്ടില്ലെങ്കിൽ കലക്ടർക്കെതിരെയും നിയമ നടപടിയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. UDFും കോൺഗ്രസും മുന്നോട്ട് പോകും. ഇത് ഞങ്ങൾ നേരത്തെ മെയിലിലൂടെയാണ് പരാതി അയച്ചത്. ഈ പരാതിയുമായി നേരിട്ട് ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ തിരുവനന്തപുരത്ത് KPC ജനറൽ സെക്രട്ടറി PA നിയാസ് കാണുന്നുണ്ട്. ഈ ആവശ്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഏറ്റവും പ്രമാദമായ, ഒരുപക്ഷെ കേരളത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടും ഇതിനെതിരെ മൗനം പാലിച്ചുകൊണ്ട് നിസ്സംഗരായി നിൽക്കുന്ന ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നടപടിക്കെതിരെയുള്ള ശക്തമായ പോരാട്ടവുമായി കോൺഗ്രസും UDFും മുന്നോട്ട് പോകും. UDFുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹൈക്കോടതിയെ സമീപിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ബാബു ജോസഫ് കുറുവത്താഴ മുഖാന്തരമാണ് ഞങ്ങൾ പറയുന്നത്. ഇതിൽ ആവർത്തിച്ച് പറയുന്നു, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി, കഴിഞ്ഞ ആദ്യ ദിവസത്തിൽ കലക്ടറുടെ നടപടിയിൽ ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ വരെയുള്ള ശേഷമുള്ള അത് നടപടിയിൽ ഞങ്ങൾ തൃപ്തരല്ല. അദ്ദേഹത്തിൻ്റെ നടപടിയിലും ദുരൂഹതയുണ്ട്. കാരണം BSFിൻ്റെ നിയന്ത്രണമുള്ളത് കലക്ടറുടെ പരിപൂർണമായ മേൽനോട്ടത്തിലാണ്. ആ BSFകാരൻ കൊയിലാണ്ടി ROയെ ഉള്ളിൽ കടക്കാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കലക്ടർക്ക് പങ്കുണ്ടോ എന്ന് ഇപ്പം ഞാൻ സംശയിക്കുന്നു. കൊയിലാണ്ടി ROവിന് നോട്ടീസ് നടപടിയിൽ കലക്ടർക്ക് പങ്കില്ലെന്ന് കരുതുന്നു. പക്ഷെ നടപടി ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഏറ്റവും പ്രമാദമായ ചോദ്യമാണ്, സ്ട്രോങ് റൂമിൻ്റെ പരിസരത്ത് ഇന്നർ പെരിമീറ്ററിൻ്റെ അകത്ത് മെറ്റീരിയൽ റൂം സ്ഥാപിക്കാൻ അനുമതി കൊടുത്ത ആരാണ്? അത് അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കണം. അവർക്കിത് നടപടി വേണം. പിന്നെ നിങ്ങൾക്കറിയാം, ഇത്രയും ഞങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചത് CC ക്യാമറ നിരീക്ഷണത്തിന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. 24
അതായത് 24 മണിക്കൂർ നിരീക്ഷണമാണ് ഞങ്ങൾക്ക്. അതില്ലായിരുന്നുവെങ്കിൽ എന്തെല്ലാം നടന്നേനെ ആലോചിച്ചു. അതുമാത്രവുമല്ല, ആ CC ക്യാമറയ്ക്കകത്ത് തന്നെ അതിൻ്റെ ദൃശ്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അത് പിന്നീട് മാറ്റം വരുത്തിയതാണ്. അതുകൊണ്ട് ഹൈക്കോടതി സമീപിക്കുന്നു UDF. രണ്ടാമതായി, ഇന്ന് PM നിയാസ് ഇലക്ഷൻ കമ്മീഷണറെ, ചീഫ് ഇലക്ഷൻ ഓഫീസറെ നേരിട്ട് കണ്ടും ഈ ആവശ്യം